ശാന്തിഗിരിയിൽ വീണ്ടും സന്യാസദീക്ഷ സമാഗതമാവുകയാണ്. നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി അതേ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആഘോഷങ്ങളിൽ വളരെ സജീവമായിട്ടുള്ള ഒരു മഹാകർമ്മം ഇവിടെ ചരിത്രപരമായി നിർവഹിക്കപ്പെടുകയാണ്. ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് കോൺസെക്രേഷൻ, ദാറ്റ് ഈസ് ഡിവോഷൻ, സമ്പൂർണ്ണ സമർപ്പണമാണ്. അത് പാർഷ്യലല്ല, സമ്പൂർണമായി തന്നെ സമർപ്പിക്കാൻ കഴിയുന്ന അതാണ് ദീക്ഷ എന്ന് പറയുന്നത്. ആ ദീക്ഷ സ്വീകരിക്കുന്നത് മുതൽ തന്നെ അവൻ്റെ മറ്റെല്ലാ കാര്യങ്ങൾക്കും ഒരു അദൃശ്യമായ നിയന്ത്രണം ഉണ്ടാകും. അതിർവരമ്പുകൾ സൃഷ്ടിക്കപ്പെടും. അവൻ തന്നിലേക്ക് ഒതുങ്ങണം, എന്നിട്ട് തന്നെ തിരിച്ചറിയണം. അതാണ് സന്യാസം. ഇതൊരു പുണ്യ അനുഭവത്തിൻ്റെ ഓർമ്മ പുതുക്കലായിട്ടാണ് ഞാൻ കാണുന്നത്. ശാന്തിഗിരി ഇന്ന് നമ്മുടെ ജീവിതാവസ്ഥയിൽ സമാധാനത്തിൻ്റെ അനുഗ്രഹ വൃക്ഷം ആയി നിൽക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അനുഭവം ഉണ്ട്. പ്രൗഢതയും വിശാലതയും വിശ്വസനീയതയും വിശുദ്ധിയും സംരക്ഷിക്കുന്ന സന്യാസ ശ്രേഷ്ഠർ വളരെ കുറവാണ്. ആ വളരെ കുറവുള്ള സന്യാസ ശ്രേഷ്ഠരിൽ ശ്രേഷ്ഠനായിരുന്നു കരുണാകര ഗുരു എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വസ്ത്രം വേർതിരിക്കപ്പെട്ട വസ്ത്രമാണ്. ഇവിടെ വരുന്നവരുടെ വെള്ള വസ്ത്രം ധരിച്ച് ഒരുപാട് പേരെ കണ്ടു. വേർതിരിക്കപ്പെട്ടവർ. അഗ്നി ഇറങ്ങിയ കാവ്യവസ്ത്രം ധരിച്ചവർ വേർതിരിക്കപ്പെട്ടവർ. നമ്മളൊക്കെ വേർതിരിക്കപ്പെട്ടവരാ. നമ്മുടെയൊക്കെ വിലയും വേർതിരിക്കപ്പെടുന്നതിൻ്റെ വിലയാ. ഭാഷകളും സംസാര രീതികളും ബന്ധങ്ങളും ദർശനങ്ങളും നല്ല വായനയൊക്കെ നമ്മളെ വേർതിരിക്കട്ടെ. എന്താണോ നന്മ, എന്താണോ ദൈവം, എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്, ഏതാണ് ഓരോ പ്രത്യയ ശാസ്ത്രവും ലോകത്തോട് വിളിച്ചു പറഞ്ഞത്? ഇതാണ് ചോദ്യം. നന്മ ചെയ്യുവാനാണ് എല്ലാവരും പറഞ്ഞത്. നന്മ ചെയ്യുവാൻ, പരസ്പരം മത്സരിക്കുവാനാണ് ഓരോ പ്രവാചകന്മാരും ഈ ലോകത്തെ പഠിപ്പിച്ചത്. ഞാൻ പറയുന്നത്, സത്യത്തിൽ നമ്മുടെ ലോകത്ത് ഇനി എന്തെങ്കിലും പരിവർത്തനമുണ്ടാക്കാൻ ഒരു സമൂഹത്തിന് കഴിയുമെങ്കിൽ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ആത്മീയ പ്രകാശം ആവാഹിച്ച് നടക്കുന്ന ഒരു വിഭാഗത്തിന് മാത്രമേ നമ്മുടെ സമൂഹത്തിൻ്റെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇനി കഴിയുള്ളൂ. ഈശാവാസ്യം ഇദം സർവം, ഇദം സർവം ഈശാവാസ്യം എന്ന് ആർക്കുറപ്പുണ്ടോ അതാണ് ജ്ഞാനം. ആ ജ്ഞാനമാണ് സന്യാസത്തിൻ്റെ ലക്ഷണം. നമ്മളുടെ ഭാരതത്തിന്, പ്രത്യേകിച്ച് ഭാരതത്തിന് ഏതെല്ലാം രീതിയിലുള്ള വൈകല്യങ്ങൾ ഉണ്ടായെങ്കിൽ പോലും തീവ്രമായ അക്രമങ്ങൾ നടത്തി ഈ ഭാരതത്തെ നാശത്തിൻ്റെ വക്കിലേക്ക് എത്തിക്കേണ്ട കാലഘട്ടങ്ങൾ കടന്നുപോയെങ്കിൽ പോലും ഇതിൻ്റെ അടിസ്ഥാന വശത്തെ നശിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഏറ്റവും വലിയ മഹനീയത എന്ന് പറയുന്നത് ഈ സന്യാസിമാരുടെ ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ അവർ ഈ ലോകത്തിന്, പ്രത്യേകിച്ച് ഭാരതത്തിന് സമ്പാദിച്ചു തന്ന അടിസ്ഥാന വശത്തിൻ്റെ ഭാഗമാണ്. അസാധാരണമായിട്ടുള്ള ഒരു ദിവ്യത്വമാണ്
ശാന്തിഗിരി ഉയർത്തുന്നത്. അത് മതസാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദിവ്യമായിട്ടുള്ള പ്രഭയാണ് ശാന്തിഗിരി സമ്മാനിക്കുന്നത്.